ഗൈസ് ശോകമുഖമായിട്ടുള്ള സ്റ്റേഡിയമാണ് ഇവിടെ ഉള്ളത്. ഇത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളിത് ക്രാവിൻസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിലും അടുത്ത വർഷം എന്തെങ്കിലും ഗുണം ഉണ്ടാകട്ടെന്ന് വിചാരിച്ച് സ്പെൻഡ് ചെയ്തിട്ടെ നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്യാം. ഏത് മൂഡ് എങ്ങനെയുണ്ട് ക്രാവിൻസ് ആണോ? എന്താ അങ്ങനെ കളി തുടങ്ങിയിരിക്കുകയാണ്. ഒരു അവാർഡ് കടമാണോ എന്നുള്ളതാണ്. കാരണം ഞാൻ കുറേ സീസണുകളായിട്ട് കുറേ മത്സരങ്ങളായിട്ട് കളി കാണാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. ശോകം മൂകം ഒരു വല്ലാത്ത മൂഡിലിരുന്നാണ് ഈ ഒരു മത്സരം കണ്ടത്. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു മൂഡിൽ കളി കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദ്യത്തെ ഗോൾ കോറുസിങ്ങിൻ്റെ വക. അതും അദ്ദേഹത്തിൻ്റെ ഒരു ബ്രില്യൻസ് കൊണ്ട് നേടിയെടുത്ത ഗോളെന്ന് പറയാൻ സാധിക്കും. ഒരു പ്രതീക്ഷ നൽകിയിട്ടുള്ളൊരു ഗോൾ തന്നെയാണ്. ആദ്യ പകുതിയിൽ 1-0 എന്ന നിലയിൽ നമുക്ക് അവസാനിപ്പിക്കാനും സാധിച്ചു എന്നുള്ളതാണ്. ആദ്യ പകുതി കഴിഞ്ഞ് രണ്ടാം പകുതി തുടങ്ങി. ചില മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ സംഭവിച്ചു. പക്ഷേ ഒന്നും കാര്യമായിട്ടൊന്നും എഫക്റ്റ് ചെയ്തില്ല. ആ സമയത്താണ് മഞ്ഞപ്പടയുടെ തരത്തിലുള്ളൊരു ബാനർ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. സോ ഈ ഒരു ബാനർ അധിക നേരം അവിടെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ നമുക്ക് അതിൻ്റെ ഒരു മുഴുവൻ വീഡിയോ എടുക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. അതിന് മുമ്പ് തന്നെ ബൗൺസേഴ്സ് വന്നിട്ട് അത് പിടിച്ചു വാങ്ങുന്നതൊക്കെ സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ്. ഫാൻ ഫോറത്തിൽ നമ്മുടെ സ്വന്തം CEO, അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഒബ്സഷനും ഇല്ലാത്ത CEO പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ആരാധകർക്കൊക്കെ പ്രതിഷേധിക്കാനുള്ള കൃത്യമായ അവകാശമുണ്ട്. പക്ഷേ ആ അവകാശം അത് എതിർക്കാനുള്ള അവകാശവും ഞങ്ങൾക്കുണ്ട് എന്ന് പറയുന്നൊരു മൂഡായിരുന്നു. അത് അല്ലെങ്കിൽ ആരും പറയാതെ ബൗൺസേഴ്സ് ഇഷ്ടപ്രകാരമൊന്നും അത് ചെയ്യില്ലല്ലോ. ആ പിന്നീടുള്ള വാക്ക് തർക്കങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ തന്നെ ക്ലിയർ ചെയ്തോളാം. അങ്ങനെ ഇരിക്കുകയാണ് ഡാനിഷ് ഫറൂഖിൻ്റെ ഒരു ഗോൾ വരുന്നത് കോർണർ കിക്കിൽ നിന്ന്. പക്ഷേ നമ്മളെല്ലാം സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാണ് റെഫറി ആ ഓഫ് സൈഡ് ബുക്ക് ചെയ്ത് കണ്ടത്. അത് ഓഫ് സൈഡാണോ ഇല്ലയോ എന്നുള്ള തരത്തിലുള്ള വലിയ ചർച്ചകൾ അതിനുശേഷം കോൺട്രവേഴ്സി എന്ന രൂപത്തിൽ തന്നെ വന്നു എന്നുള്ളതാണ്. ഒരു സെൽഫ് ഗോളിലൂടെ ജയിച്ചിരിക്കേണ്ട കളി കൈവിട്ട് പോകുന്നു. ചേട്ടാ കളിയെ പറ്റി എന്താ അഭിപ്രായം ഇന്നത്തെ?